ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക, എന്റെ വാഹനത്തിന്റെ തൊട്ടു മുന്നിലായിട്ട് ചേർന്ന് ഒരു പോസ്റ്റ് നിൽപ്പുണ്ട്. കാർ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത തുടക്കക്കാർക്ക് പലപ്പോഴും നമ്മുടെ വാഹനത്തിന്റെ മുന്നിലായിട്ട് ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ, ചിലപ്പോൾ ഒരു വണ്ടിയായിരിക്കും, നമ്മുടെ വണ്ടിയുടെ മുന്നിലായിട്ട് ഒരു വണ്ടി അടുത്ത് ചേർന്ന് കിടക്കുന്നത്. അപ്പം നമുക്കൊരു നിശ്ചിത ഗ്യാപ്പ് ഇട്ട് ആ വാഹനത്തെ തട്ടാതെ നമുക്ക് വാഹനം തിരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ലഭിക്കുന്നതാണ്. ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുകയാണ്. ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു. ഞാൻ എന്ത് ചെയ്യും? വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ റിവേഴ്സ് ഗിയറിലേക്ക് ഇടുന്നു. അതായത് ഞാൻ ഇപ്പോൾ ചേർത്ത് റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതേ വാഹനം മെല്ലെ ബാക്ക് സൈഡിലേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഈ പോസ്റ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് മറഞ്ഞാണ് നിൽക്കുന്നത്. റോഡിന്റെ ഒരു ഏരിയ ഒന്നും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നില്ല. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ബ്രേക്കേന്ന് റിലീസ് ചെയ്തിട്ട് പതുക്കെ ക്ലച്ചേന്ന് അയച്ച്, നിങ്ങൾ നോക്കുക, റിവേഴ്സ് ഗിയർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാഹനത്തെ മെല്ലെ ബാക്കിലേക്ക് എടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ബാക്ക് സൈഡിലേക്ക് എൻ്റെ വാഹനം ഇറക്കുകയാണ്. ഇറക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ എനിക്ക് മുന്നിലുള്ള പോസ്റ്റിന്റെ അടിഭാഗം എനിക്ക് നിങ്ങൾ നോക്കുക പൂർണ്ണമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആ റോഡിന്റെ ഏരിയയും എനിക്ക് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു അകലത്തിലേക്ക് നിങ്ങളുടെ വാഹനം റിവേഴ്സ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഞാൻ റൈറ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് തിരിക്കുകയാണ്. തിരിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് നമ്മൾ ചേർത്തിടുന്നു. എന്നിട്ട് ബ്രേക്കേന്ന് റിലീസ് ചെയ്യുകയാണ്. ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് പതിയെ ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഞാൻ അയച്ച് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത്, അതായത് ഈ പോസ്റ്റ് കൊണ്ടോ, ഇപ്പൊ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഡാഷ്ബോർഡിന്റെ സെന്റർ ഏരിയയിൽ നേരെയാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയച്ചിട്ട് എന്റെ വാഹനം മുന്നോട്ട് എടുക്കുകയാണ്. ഇപ്പൊ ഈ പോസ്റ്റ് ഇവിടുന്ന് മാറുന്നുണ്ട്. ഈ ഏരിയയിൽ നിന്ന് ഈ പോസ്റ്റ് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് മാറി ഇപ്പൊ പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ കാണുന്നത്, അതായത് നമ്മുടെ ബോണറ്റിന്റെ ഇടത് സൈഡിലെ ആ ഒരു ഏരിയയിലാണ് കാണുന്നത്. അതായത് ബോണറ്റും കഴിഞ്ഞാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു സ്പേസിലേക്ക് ഈ പോസ്റ്റ് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഇപ്പൊ പോസ്റ്റ് മാറിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? പതിയെ കുറച്ചും കൂടെ നമ്മളുടെ വാഹനം മുന്നോട്ട് എടുത്തിട്ട് ഈ എ പില്ലർ കണ്ടോ, ഈ എ പില്ലർ ഏകദേശം ആ പോസ്റ്റുമായിട്ട് അല്ലെങ്കിൽ സൈഡിലുള്ള വണ്ടിയുമായിട്ട് ലെവലിൽ വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്ക് ഒറ്റ റൗണ്ട് തിരിച്ചു കൊടുക്കുക. ഒരേ ഒരു റൗണ്ട്. നമ്മളിപ്പോൾ പൂർണ്ണമായിട്ട് വലതാണ് ഓടിച്ച്, ഒറ്റ റൗണ്ട് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ടയർ കുറച്ച് നേരെയായി കിട്ടും. നേരെയാകുന്നതിനനുസരിച്ച് നമ്മൾ വണ്ടി വീണ്ടും മുന്നിലേക്ക് എടുക്കുകയും ഈ എ പില്ലർ, അതായത് ഈ കാണുന്ന എ പില്ലർ പൂർണ്ണമായിട്ട് ഇടത് സൈഡിലെ വണ്ടി ആയിക്കോട്ടെ പോസ്റ്റ് ആയിക്കോട്ടെ, അത് നമുക്ക് ബാക്ക് സൈഡ് മറഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വീണ്ടും നിങ്ങൾ സ്റ്റിയറിംഗ് ഇതുണ്ടോ ഒറ്റ റൗണ്ട് ഇടത് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇതുണ്ട് ക്ലച്ച് റിലീസ് ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മുടെ വാഹനത്തെ ഇതുപോലെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് കഴിയും. ഇനി ഇതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. അതായത് നമ്മൾ ഇങ്ങനെ വാഹനം തിരിച്ചെടുത്ത് മുന്നോട്ട് പിന്നെയും പോകുന്ന സാഹചര്യങ്ങളിൽ മുന്നിൽ ഒരു വണ്ടി ഉണ്ടെന്ന്, സൈഡിൽ പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെന്ന് നിങ്ങൾ കരുതുക. അപ്പം നമ്മളിങ്ങനെ തിരിച്ചെടുത്ത് വരുമ്പോൾ നമ്മുടെ വണ്ടി ആ സൈഡിൽ കിടക്കുന്ന വണ്ടിയോട് ഒരുപാട് ചേർന്ന് ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് ഡ്രൈവിങ്ങിൽ ഒഴിവാക്കാനായിട്ട് കഴിയുന്നത്, അതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ വാഹനം എടുത്തിട്ട് ഇപ്പം എൻ്റെ വണ്ടി ഈ റോഡിൻ്റെ പരമാവധി എൻഡ് ചേർന്നാണ് നിൽക്കുന്നത്. എൻഡ് ചേർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പോകുന്നത് ഈ റോഡ് ഉണ്ടല്ലോ, അതായത് ഈ ടാറിങ് ചേർന്നാണ് എൻ്റെ വണ്ടി പോകുന്നത്. ആ ഫുട്പാത്തിലേക്ക് കയറിയിട്ടില്ല. അപ്പം നമുക്ക് അതെങ്ങനെയാണ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു അളവ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്? അത് വളരെ സിമ്പിളാണ്. അതായത് ഈ സ്റ്റിയറിംഗ് വീല് കണ്ടോ, ഈ സ്റ്റിയറിംഗ് വീല് നമ്മൾ നേരെ വെച്ചിട്ട് ആ റോഡിൻ്റെ എൻഡും ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗവും ഒരേ ലെവലിൽ, അതുകൊണ്ട് അതായത് ഈ ലെവലിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ ടാറിംഗ് റോഡുമായിട്ട് ചേർന്നാണ് പോകുന്നത്. അപ്പോൾ ഈ ലെവലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ സൈഡിലൊരു വണ്ടി പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ ആ വണ്ടിയോട് ഒരുപാട് ചേരാനും നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് മിറർ അല്ലെങ്കിൽ വണ്ടിയുടെ ഇടത് സൈഡ് ബോണറ്റ് ഏരിയ
തട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഓടിച്ചു വരുന്നതെങ്കിൽ തട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി വണ്ടികളൊന്നും ഇല്ലെങ്കിൽ നമുക്കിതുപോലെ നമുക്ക് ചേർന്ന് വരുന്നതിൽ തെറ്റില്ല. പക്ഷെങ്കിൽ നമ്മളിത് ഒരുപാട് ചേർന്നാണ് വരുന്നത്. നമ്മളിത് സാധാരണ പ്രധാനമായിട്ട് ഇങ്ങനെ ചേർന്ന് വരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? എതിരെ ഒരു വാഹനം വരുന്ന സമയത്ത്, നമ്മൾ വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇതുപോലെ പരമാവധി സൈഡിലേക്ക് ഒതുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഈ മെത്തേഡ് അനുസരിച്ചിട്ട് വണ്ടി ഓടിക്കേണ്ടത്. അപ്പോൾ എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാലും ആ വണ്ടിക്ക് പോകാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടും, നമുക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയും. അപ്പോൾ എതിരെ വരുന്ന വണ്ടി എപ്പോഴും ഡ്രൈവ് ചെയ്ത് പോകുന്ന സാഹചര്യത്തിൽ ഇതുകൊണ്ട് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ലെവൽ വെച്ച് ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഈ ഏരിയയ്ക്ക് പുറത്തായിരിക്കണം എതിരെ വരുന്ന വാഹനം കാണേണ്ടത്. അതായത് ഈ ഏരിയ കണ്ടിരിക്കണം. എതിരെ വരുന്ന വണ്ടി ഈ ഒരു ഭാഗത്താണ് കാണുന്നതെങ്കിൽ നമ്മുടെ വാഹനത്തിനോട് അടുത്താണ് വരുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി ഞാൻ ഇവിടുന്ന് വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്തുകൊണ്ട് വാഹനം മുന്നോട്ടെടുക്കുകയാണ്. അപ്പം നമുക്കിനി സൈഡിൽ കിടക്കുന്ന വണ്ടിയെ തട്ടാതിരിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഗ്യാപ്പ് ഇടേണ്ടതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതിന് വേറെ ഒന്നുമില്ല, ഞാൻ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിക്കുകയാണ്. തിരിച്ചതിന് ശേഷം ഈ ഡാഷ്ബോർഡിന്റെ ഈ നടുഭാഗം കണ്ടോ, ഈ നടുഭാഗം, അതായത് ഈ ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും നടുക്കായിട്ട് വരുന്ന ഏരിയ ഇത്, ഈ ഏരിയയും ആ റോഡിന്റെ എൻഡും ഏകദേശം ഒരേ ലെവലിൽ കാണുന്ന രീതിയിൽ, ഇപ്പോൾ ആ റോഡിൻ്റെ എൻഡും ഇതുകൊണ്ട് ഇതും ഏകദേശം ഒരേ ലെവലിലാണ് കാണുന്നത്. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ടാറിംഗ് റോഡുമായിട്ട് ഒരു നിശ്ചിത ഗ്യാപ്പ് ഇട്ടാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കിടക്കുന്ന വാഹനത്തെ ഇതുകൊണ്ടോ ഒരു കാരണവശാലും നമുക്ക് തട്ടത്തില്ല. ഇതുകൊണ്ടോ ഒരു ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ വരുന്നത്. കണ്ടോ, ഈ വണ്ടിയെ തട്ടാതെ നമുക്ക് പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്ത് വരാനായിട്ട് കഴിയും, ഒരു നിശ്ചിത ഗ്യാപ്പ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഗ്യാപ്പ് ഇടാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ നോക്കുന്ന മെത്തേഡ് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റി പിടിക്കുക. ഇങ്ങോട്ട് മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. ഇങ്ങോട്ട് മാറ്റി പിടിക്കുമ്പോൾ ഈ ലെവലും ആ ടാറിംഗ് റോഡിൻ്റെ എൻഡും ഒരേ ലെവലിൽ കാണുന്ന പരുവത്തിന് ഇങ്ങനെയാണ് നമ്മൾ വരുന്നതെങ്കിൽ ഇതുകൊണ്ട് ഈ സൈഡിൽ കിടക്കുന്ന ഓട്ടോയുമായിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഗ്യാപ്പ് നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ്പ് ഇട്ടാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത്. കണ്ടോ, അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ വാഹനം ആ ഓട്ടോയെ തട്ടത്തില്ല. അതാണ് ആ ഒരു ഗ്യാപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? വാഹനത്തെ മനസ്സിലാക്കി നിങ്ങൾ ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഇപ്പോൾ എതിരെ ഒരു വണ്ടി വന്നു, ഞാൻ ഇവിടെ ഒതുക്കി, ഇതുകൊണ്ട് ഇതിന് പുറത്താണ് എതിരെ വരുന്ന വണ്ടി പോയത്. ഞാൻ ഈ ലെവൽ വെച്ച് ഇങ്ങോട്ട് ഒതുക്കുകയും ചെയ്തു, ഇതിൻ്റെ പുറത്തിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ ചെയ്യണം. ഇപ്പം ഞാൻ ഇവിടെ ഒരു ഉദാഹരണം കൂടെ നിങ്ങളെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാവും. ഇപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഒരു വണ്ടി വന്നു, ഞാൻ ഇത്ര ഒതുക്കി ഇവിടെ നിർത്തിയേക്കാണേ. ഇതുകൊണ്ട് എതിരെ വരുന്ന വാഹനം ഇതിൻ്റെ പുറത്ത് പോയി. അപ്പോൾ ഈ മെത്തേഡിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോകളെല്ലാം ഷൂട്ട് ചെയ്യുന്നത് നല്ല വെയിലത്താണ്. നിങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ തന്നെയാണ് വീഡിയോകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ പുതിയ വീഡിയോകൾ ലഭിക്കാനായിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് മാത്രം പ്രയോജനമില്ല, സൈഡിലുള്ള ബെല്ലൈക്കണിലും കൂടെ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.